ലാൽ സലാം മോഹൻലാൽ നായകനെ എത്തിയ തുടരും 26-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് 836ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 56,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. സിനിമയ്ക്ക് 22% ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. ഇന്നലെ 846ഓളം ഷോകളിൽ നിന്ന് 69,000-ത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,04,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന ആ ഒരു കണക്ക്. അതായത് 1,30,00,000 രൂപയായിരുന്നു ഇന്നലെ സിനിമയ്ക്ക് വന്ന കളക്ഷൻ. അതായത് തിങ്കളാഴ്ചയും 1 കോടി നേടിയ സിനിമ ചൊവ്വാഴ്ച 1 കോടി നേടിയോ എന്നുള്ള ചോദ്യത്തിന് ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തു വന്നിരിക്കുന്നത് 86 കോടിയാണ്. അതായത് ഇന്നും സിനിമ 1 കോടി കടന്നിരിക്കുന്നു. 1,05,00,000, 1,10,00,000 രൂപ എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടർച്ചയായി 26 ദിനങ്ങളിലും സിനിമ 1 കോടിക്ക് മുകളിലെത്തുന്നു. ആദ്യ 11 ദിനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു 5 കോടിക്ക് മുകളിൽ നേടിയ ചിത്രമായി മാറുന്നു. അതും ഒരു സർവ്വകാല റെക്കോർഡ് തന്നെയാണ്. ഇതിനോടകം തന്നെ സിനിമ 225 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ്. അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഇതേപോലെ ഒരു മലയാള സിനിമ ഇതുവരെ വന്നിട്ടില്ല എന്നതുള്ളതാണ് എടുത്തു പറയാനുള്ളത്. കണ്ടവർ വീണ്ടും കാണുന്നു, കാണാത്തവർ തിയേറ്ററുകളിലേക്ക് പോകുന്നു, സിനിമ കാണാൻ താല്പര്യമില്ലാത്തവർ പോലും സിനിമയ്ക്ക് കയറുന്നു എന്നുള്ളതാണ്. 24 ദിനം കൊണ്ട് തന്നെ സിനിമ 222 കോടി കടന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ കുതിച്ച് 250 കോടിയിലേക്ക് എത്തുകയാണ്. ഇതിനിടയിൽ ഒരു പ്രേക്ഷകൻ ഇട്ട കമൻറ്റ് കൂടി നമ്മൾ പറയുകയാണ്. ഇത് സിനിമ ഈ ഒരു തുടരുമെന്ന സിനിമയിലെ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് പരിഗണിക്കാവുന്ന കാര്യമാണ്. കാശില്ലാതെ ഒരുപാട് പേർ ഈ സിനിമ കാണാൻ കഴിയാതെ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. സിനിമ ഏകദേശം വമ്പൻ വിജയമായിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കറിയാം. അതായത് ഏറ്റവും വലിയ പ്രോഫിറ്റബിൾ മൂവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാൻ കഴിയാത്തവർക്ക് ഒരു ഉപകാരം ചെയ്യാമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കുറച്ച് ടിക്കറ്റുകൾ അങ്ങനെ കാണാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒന്ന് പരിഗണിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരുപാട് പേർക്ക് ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കാം. ഒരു പടം വിജയിക്കുമ്പോൾ മോഹൻലാലിനോ അല്ലെങ്കിൽ മോഹൻലാൽ സിനിമ ചെയ്ത പ്രൊഡ്യൂസർക്കോ മാത്രം സന്തോഷമല്ല, കണ്ടവർക്ക് സന്തോഷമാണ്. ഒപ്പം കാണാത്തവർക്ക് കാണാൻ ഒരവസരമുണ്ടാക്കുകയാണെങ്കിൽ അതിലും വലിയ സന്തോഷം വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചിലരുടെ കമൻസ് കണ്ടപ്പോൾ അത് യാഥാർത്ഥ്യമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ആരെങ്കിലും ഒരാൾ ഈ ഒരു തുടരുമെന്ന് സിനിമയുടെ അണിയറയിലുള്ള കാണുകയാണെങ്കിൽ ഇത് അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം. ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു 50% കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലർക്കൊക്കെ കാണണം. 5-6 പേരുള്ള കുടുംബത്തിൽ നിന്ന് സിനിമ കാണാൻ ഒരുപാട് പേർക്ക് കഴിഞ്ഞെന്ന് വരില്ല. OTT വരുന്നതുമൊക്കെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇത് തിയേറ്ററിൽ കാണണമെന്ന് കൊതിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അന്ന് പരിഗണിച്ചാൽ നല്ലതായിരിക്കാം. ഈ ഒരു സിനിമയ്ക്ക് മാത്രമല്ല, എല്ലാ സിനിമകളും വമ്പൻ വിജയമായി കഴിയുമ്പോൾ പരാജയപ്പെട്ട സിനിമകളോ അല്ലെങ്കിൽ വിജയിക്കാൻ അറ്റമറ്റം നിൽക്കുന്ന സിനിമകളുടെ കാര്യമല്ല, ഇത് വലിയ പ്രോഫിറ്റബിൾ മൂവിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം. അപ്പോൾ അതിൽ ഏതാനും ആളുകൾക്ക് അങ്ങനെ ഒരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതെൻ്റെ ഒരു ഭാഷ്യമാണ്. നിങ്ങൾക്ക് പലർക്കും അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നും വരില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ചെയ്താൽ കുറേ പേർക്കെങ്കിലും അതൊരു സന്തോഷമായിരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും കമൻറ്റ് ഇടാം. ലാൽ സലാം.